ആളാണ് നിഖില ചേച്ചി. അപ്പോൾ നിഖില ചേച്ചി മാരീഡ് അല്ല, സിംഗിൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാരീഡ് അല്ലാത്ത ഒരാളോട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കല്യാണം കഴിക്കുന്നില്ലേ? ഉണ്ണിച്ചേട്ടനടക്കം അതിടക്ക് നേരിടാറുള്ളതാണ് ഇന്റർവ്യൂസിലടക്കം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നിഖില ചേച്ചി എന്ത് മറുപടി കൊടുക്കും? അപ്പോൾ നിഖില ചേച്ചി ആസ് ആൻ ആക്ട്രസ് ഇത്രത്തോളം വളരെ തഗ്ഗായിട്ട് അങ്ങനെ ഒരു മറുപടി കൊടുക്കാം. പക്ഷെ സമൂഹത്തിൽ ഒരുപാട് കഴിക്കില്ല എന്ന് പറയുന്നത് തഗ്ഗായിട്ടുള്ള മറുപടി അല്ല. നിങ്ങളുടെ പ്രശ്നം. ഞാൻ ചോദിച്ച പോയിന്റ് വേറെ. ഞാൻ പറയുന്നത് തഗ്ഗാക്കുന്നത് നിങ്ങളാണ്. ഞാൻ ശരിക്കും പറയുന്നത് മറുപടിയാണ്. എനിക്ക് താല്പര്യമില്ല. ഞാൻ ആരോടും പറയില്ല കല്യാണം കഴിക്കണ്ടെന്നോ കല്യാണം കഴിച്ചാൽ അങ്ങനെ ആയിപ്പോകുന്നു പറയും. എനിക്ക് ഇപ്പൊ ചെയ്യാൻ താല്പര്യമില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അങ്ങനെ ഒരുപാട് പേര് ട്രോമ അനുഭവിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഗെറ്റ് സെറ്റ് ബേബി. അപ്പൊ അല്ല അങ്ങനെ ചോദിക്കുന്നു. അപ്പൊ ഞാനിതിൽ വരുന്നൊരു വിമർശനം കേട്ടായിരുന്നു, ഈ പടത്തിൽ വരുന്ന വിമർശനം നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാത്തത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാത്തതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടാണോ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? നിഖില ചേച്ചി ഫസ്റ്റ് പറഞ്ഞു. നിഖില ചേച്ചിയുടെ പെർസ്പെക്റ്റീവ് ഫസ്റ്റ് പറഞ്ഞു. എനിക്ക് കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് തോന്നാറില്ല. പക്ഷെ അതീ പറയുന്നത് പോലെ അവരുടെ ചോയ്സാണ്. അവർക്ക് കുട്ടികൾ വേണം, ഏത് സമയത്ത് കുട്ടികൾ വേണം, അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർഡ് ആണോ ഒരു അമ്മയാവാൻ, ഞാൻ പ്രിപ്പയർഡ് ആവാൻ ആണോ ഒരു അച്ഛനാവാൻ എന്നുള്ളതൊക്കെ ഇതിൽ മാറ്ററാണ്. എനിക്ക് സോഷ്യൽ പ്രഷറിന്റെ പേരിൽ കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനോട് എനിക്ക് താല്പര്യമില്ല. ബാക്കിയുള്ളത് അവരുടെ ചോയ്സാണ്.